അപ്പൊ പറഞ്ഞു AI ടൂൾ ഉപയോഗിച്ചിട്ട് നിന്റെ പ്രതിയെ കണ്ടെത്തുമെന്നുള്ളത്. എന്താ AI ടൂൾ സർക്കാരിന്റെ പണി മുടക്കിയോ? എന്താ ഇതുവരെ അടിച്ച ആളെ കണ്ടെത്താത്തത്? എന്താ നടപടി എടുക്കാത്തത്? റൂറൽ SP-യുടെ ആ സ്റ്റേറ്റ്മെന്റിന് ആരുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണ് പോലീസ് മുന്നോട്ട് പോകാതിരുന്നത്? ഞാൻ നിങ്ങളുടെ വാർത്തകൾ കണ്ടു. ആ അന്വേഷണം അവസാനിപ്പിച്ചു. എന്താ മരവിപ്പിക്കാൻ കാരണം? എന്തിനു വേണ്ടിയാ അന്വേഷണം മരവിപ്പിച്ചത്? അപ്പൊ അതിന്റെ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ആണ്. AI ടൂൾ ഉപയോഗിച്ച് കുഴപ്പമുണ്ടാക്കിയത് ആരാണെന്ന് കണ്ടെത്തുമെന്ന് റൂറൽ SP പറഞ്ഞതിന്റെ തൊട്ട പുറകെ അത് കണ്ടെത്തരുത്, അത് പുറത്തുവിടരുതെന്നുള്ള CPM-ന്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഗവൺമെന്റിൽ ഇരിക്കുന്നവർ കൊടുക്കുന്നതിന്റെ പേരിലല്ലാതെ AI ടൂൾ പണി മുടക്കിയതാണെങ്കിൽ ഇവർ പറയണം. ഞാൻ ICUവിൽ നിന്ന് മാറ്റി റൂമിലേക്ക് വന്ന സമയത്ത് പോലീസ് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. 2 മണിക്ക് കാണാമെന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന ആളോട്. അപ്പൊ ഡോക്ടർ വന്നിട്ട് എന്തോ രാവിലത്തെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ടായിരുന്നു, കാണാന്ന് പറഞ്ഞു. ഇതുവരെ പോലീസിന്റെ അടുത്ത് വന്നിട്ടില്ല, ഇതുവരെ മൊഴി എടുത്തിട്ടില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല, ഇതുവരെ ഒരു കേസ് എടുത്തതായിട്ടുള്ള അറിയിപ്പ്, രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല. അപ്പൊ അതൊക്കെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച റൂറൽ SP-യുടെ വീഡിയോ പുറത്തു വന്ന ശേഷം പിന്നെ ആരുടെ ഇടപെടലാണ് ഇത് ചെയ്യരുതെന്നുള്ള നിർദ്ദേശം ആരാണ് കൊടുത്തത്? എന്ന് വെച്ചാൽ ഇത് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു വയലൻസിനെ അടക്കി നിർത്താൻ ഉണ്ടായിട്ടുള്ള അക്രമം അല്ല. ഇത് പോലീസ് ബോധപൂർവം സൃഷ്ടിച്ചതാണ്. അതിന് പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഒരു കാര്യം, ഈ വിഷ്വല് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു. ഈ വിഷ്വലില് നിങ്ങൾ നോക്കുക. ആദ്യം എൻ്റെ തലയിൽ അടിക്കുന്നു, അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എൻ്റെ മൂക്കിലും അടിക്കുന്നു. അവിടുന്ന് ആ തിരക്കിൽ ഞാൻ ഇങ്ങോട്ട് മാറുമ്പോൾ അതേ പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തി മൂന്നാമത്തവണയും ഡയറക്ഷൻ എന്നെ നോക്കി ആ ലാത്തി വീശാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ആ വിഷ്വല് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു. അത് SP പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല, ഫ്രണ്ടിൽ നിന്ന് തന്നെ എൻ്റെ തലക്കടിക്കുന്നു. തൊട്ടടുത്ത സെക്കൻഡില് എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നു, അതെൻ്റെ മൂക്കിൽ കൊള്ളുന്നു. അവിടുന്ന് തിരക്ക് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോൾ അയാളുടെ ഡയറക്ഷൻ മാറി അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ആഞ്ഞു വീശിയിരുന്ന് എൻ്റെ തലയിലും മുഖത്തും അടിച്ച ആള്. പിന്നെ അവിടുന്ന് ആ ഡയറക്ഷൻ പ്രകാരം, തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ മൂന്നാമതും എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കുക. അത് അവിടെയുള്ള ഒരു പോലീസുകാരൻ തടയുക. മൂന്നാമതും അടിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അറിയാതെ പറ്റിപ്പോയതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സംഘർഷത്തിനെടുക്കണ്ടായതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ സീനിൽ ഇത് നടക്കുമ്പോൾ എവിടെ അവിടെ ടിയർ ഗ്യാസ് പൊട്ടിയിട്ടുള്ളത്? ഈ സീൻ നടക്കുമ്പോൾ എവിടെ അവിടെ ഗ്രനേഡ് പൊട്ടിയിട്ടുള്ളത്? എവിടെ അവിടെ സ്ഫോടനം നടന്നിട്ടുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതാ തലയിൽ അടി കൊള്ളുന്നു, അതിന്റെ ശേഷം നേരെ മൂക്കിലേക്ക് അടിക്കുന്നു. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ ഈ അടിക്കുന്ന ആളുടെ ഡയറക്ഷൻ നേരെ എന്നെ ലാക്കാക്കി പിന്നെ അടുത്തതും വരിക. എന്നിട്ട് അറിയാതെ ഒരു തിക്കിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ സംഭവിച്ച അവിടെ എന്തെങ്കിലും വലിയ സീൻ നിങ്ങൾ കാണുന്നുണ്ടോ? വലിയൊരു ലാത്തി ചാർജിനുള്ള എന്തെങ്കിലും ഒരു കല്ലേറ് പോലീസിനെതിരെ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പോലീസുകാരന്, ഞാൻ ആവർത്തിച്ച് പറയുന്നു, അവരവരുടെ കയ്യിലിരുന്ന് പൊട്ടിയതും കൊണ്ടുണ്ടായ പരിക്കല്ലാതെ ഏതെങ്കിലും ഒരു പോലീസുകാരന് UDF-ന്റെ പ്രവർത്തകരുടെയോ നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ പേരിൽ സീരിയസ് ആയ എന്തെങ്കിലും ഒരു പരിക്ക് അവിടെ പറ്റിയിട്ടുണ്ടോ? ഇനി നിങ്ങൾ അടുത്തത് നിങ്ങൾ ഗ്രനേഡിന്റെ കാര്യം പറയുന്നു. നിങ്ങൾ നോക്കുക, DYSP ഹരിപ്രസാദ് അതിന്റെ വിഷ്വൽ നിങ്ങൾക്ക് അയച്ചിരുന്നു. DYSP ഹരിപ്രസാദിന്റെ കയ്യിൽ ആ ഗ്രനേഡ് അല്ലെങ്കിൽ ടിയർ ഗ്യാസ്, അവരുടെ കയ്യിൽ അതേ സമയം തന്നെ ലാത്തി. ഈ ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ആ ലാത്തി വെച്ചുകൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നതിന്റെ വിഷ്വല് നിങ്ങൾ കാണുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കയ്യിൽ ഗ്രനേഡ്, ഒരു കയ്യിൽ ലാത്തി. DYSPയുടെ കയ്യിലുള്ള ലാത്തി മറ്റേ ചൂരൽ ലാത്തിയായിരുന്നു. തിരിച്ചറിയാനുള്ള എളുപ്പത്തിന് ഞാൻ പറയാം. ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ലാത്തിയും വെച്ചിട്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ആളുകളെ തല്ലാൻ നോക്കുക. FIR-നകത്ത് വരെ പറയുന്നുണ്ട് ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ചില ആളുകൾ എന്നവർ പറയുന്നുണ്ട്. ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ DYSP എന്തിനാ ഗ്രനേഡ് കയ്യിൽ കൊണ്ടു നടക്കുന്നത്? ആ ഓർഡർ പരിശീലിക്കണം.
ഗ്രനേഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി കയ്യിലുണ്ടെങ്കിൽ ഡിവൈഎസ്പി എന്തിനാ? ഇവര് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പോലീസിന്റെ കയ്യിൽ പിന്നെ ഗ്രനേഡ് ഉണ്ടാവൂലേ? പോലീസിന്റെ കയ്യിൽ ഗ്രനേഡ് ഉണ്ടാവണം. ആ പോലീസിന് എക്സ്ക്ലൂസീവായി ഗ്രനേഡിൽ പരിശീലനം കൊടുത്ത ആളുകൾ ഇതാ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് പാർട്ടിയുടെ കൈവശമുണ്ടായിരുന്ന ഗ്രനേഡ്, പിന്നെ ബലം പ്രയോഗിക്കുന്ന അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന് ഉപയോഗിക്കുന്നതിനായി കൈവശം വെച്ച ഗ്രനേഡ് ജനക്കൂട്ടവുമായുള്ള ബലപ്രയോഗത്തിലൂടെ പിന്ന് ലൂസായി താഴെ വീണ് ഊരിപ്പൊട്ടിയതിൽ ഹരിപ്രസാദിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നുണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുക. അപ്പൊ ഗ്രനേഡ് പാർട്ടിയുടെ കയ്യിലല്ല, ഹരിപ്രസാദിന്റെ കയ്യിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത്. ജനക്കൂട്ടമായിട്ടുള്ള തിക്കും തിരക്കും അല്ല. ഇത് കയ്യിൽ വെച്ച്, ലാത്തിയും കയ്യിൽ വെച്ച് അതുകൊണ്ട് പിന്നെ മർദ്ദിക്കാനും ശ്രമിക്കുക. എന്നിട്ട് അതിനകത്ത് പോലീസിന്റെ വീഴ്ച ഇല്ലെങ്കിൽ, പോലീസ് 16-ാം തീയതി ഇറക്കിയ സർക്കുലർ എന്താ? എല്ലാ STPOസിനും SHOസിനും കോഴിക്കോട് റൂറലിലെ ട്രാഫിക് യൂണിറ്റ്സിനും കൺട്രോൾ റൂമിനും വടകര DHQനും ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ളത്. വടകരയിലെ രാവിലെ 7 മണി മുതൽ ഗ്രനേഡ് ത്രോയിങ് പ്രാക്ടീസായി DHQയിൽ താഴെ കാണിച്ച സമയങ്ങളിൽ ഓരോ സബ് ഡിവിഷനിൽ നിന്നും എത്തിച്ചേരാൻ ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നു എന്ന് വെച്ചാൽ ഇത് മര്യാദ. സംഘർഷത്തിൽ പോലീസിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് ഷാഫി പറമ്പിൽ MP. പേരാമ്പ്ര സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ അതിനുശേഷം ആദ്യമാണ് മാധ്യമപ്രവർത്തകരെ കാണുന്നത്. പോലീസിന്റെ ആ സമയത്തെ ദൃശ്യങ്ങളടക്കം കാണിച്ചുകൊണ്ടാണ് പറയുന്നത് ഹരിപ്രസാദിന്റെ കയ്യിലാണ് ഗ്രനേഡും ലാത്തിയും ഒരേ സമയത്ത് ഉണ്ടായിരുന്നത്. അത് താഴെ വീണേറ്റ പരിക്കാണ്. എങ്ങനെയാണ് ഗ്രനേഡ് പാർട്ടി ഉണ്ടായിരിക്കുമ്പോൾ പോലീസിന്റെ കൈവശത്ത് ഗ്രനേഡ് ഉണ്ടാവുന്നത് എന്നുള്ള ചോദ്യം കൂടി ഷാഫി പറമ്പിൽ MP ചോദിക്കും.